നീ പാടണ്ട എന്ന് പറയുമ്പോൾ ഇത്രയും ഭാരങ്ങളുള്ള ഒരാള് എന്ത് ചെയ്യണം? ഇത്രയൊക്കെ ഭാരങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഈ സമയത്താണ് രാജ സാറ് ചിന്ന ചിന്നാസെ ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ റെക്കോർഡിങ്ങിന് വിളിക്കണതും ഇനി പാടരുത് എന്ന് പറയണതും. ഞാനെന്ന ഒരു കുഞ്ഞു വ്യക്തി ഏത് അവസ്ഥയിലായിരുന്നു എന്ന് സാറിനറിയില്ല. സാറ് എനിക്ക് ഏറ്റവും നല്ല പാട്ടുകൾ തന്ന സംഗീതജ്ഞനാണ്. നമുക്ക് പറഞ്ഞാൽ അങ്ങനെ വരില്ല, പക്ഷെ കമൽ സാറ് പറഞ്ഞു തരുമ്പല്ലേ വേറെ ഒന്നും കാണണ്ട, അത് മതി. ഒരിക്കലും എനിക്ക് അദ്ദേഹത്തോടൊരു വെറുപ്പോ വിഷമോ ഒന്നുമില്ല. പാടരുത്, ഇവിടെ മാത്രം പാടിയാൽ മതി എന്ന് പറയുന്നിടത്ത് ഞാൻ വിഷമിക്കാൻ കാരണം ഇതാണ്. ചേച്ചിക്ക് റഹ്മാൻ സാർ ആരാണ്? അപ്പോൾ ഉഷാജിയും എന്നെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചിന്ന ചിന്നാസെ പാടി. അത് ഹിറ്റായതാണ് ശരിക്കും വിനയായത്. ഹിറ്റായത് പലർക്കും വിനയായി എന്നുകൂടി ചേർക്കാം. ഞങ്ങളുടെ വീട്ടില് കഞ്ഞി വെക്കണമെങ്കിൽ ഇത് വേണം. ആ അവസ്ഥയിലാണ് രാജ സാറിനെ കാണാൻ പോണതും അവിടെ നമുക്ക് ചാൻസ് കിട്ടുന്നതും. മിൻമിനി ചേച്ചിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ചേച്ചി. ചേച്ചിയെ കാണുമ്പോൾ ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്, പക്ഷേ ചേച്ചി ഇന്ദിരയോ ഇവൾ സുന്ദരിയോ പാടി തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ദിരയോ ഇവൾ സുന്ദരിയോ ദേവരംബയോ മോഹിനിയോ മനം മുന്തിയതോ വിഴിമുന്തിയതോ കരം മുന്തിയതോ എന്നവേ. ചേച്ചി ഇതിപ്പോൾ ഇങ്ങനെ പാടുമ്പോഴും ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാതലിന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങൾ ടീനേജ് പ്രായത്തിൽ ഇടിച്ചു കയറി കണ്ട പടങ്ങളിലൊന്നാണ്. അപ്പോൾ അതിലെല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ എ റഹ്മാൻ്റെ ആ കാലഘട്ടമൊക്കെ നമ്മൾ നഗ്മ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയായിരുന്നു. ചേച്ചി ശരിക്കും വലംപിരി ശംഖിലാണ് 2 തവണ ആ പാട്ട് തന്നെ പാടിയിട്ട് സമ്മാനം വാങ്ങിച്ചു. യൂണിവേഴ്സിറ്റി ഒരു വർഷം, ഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു വർഷം പാടി. 3rd ഇയർ രാധിക തിലകനായിരുന്നു ഫസ്റ്റ് പ്രൈസ്, എനിക്ക് സെക്കൻഡ് ആയിരുന്നു. പിന്നെ വേറെ പാട്ടായിരുന്നു. വലംപിരി ശംഖിൽ പാടിയിട്ട് 2 പ്രാവശ്യവും സമ്മാനം കിട്ടി. ഫസ്റ്റ് പ്രൈസ് മാറ്റി പാടിയപ്പോഴാണ് സമ്മാനം ഇഷ്ടപ്പെട്ടത്. അതെ അതെ. എനിക്ക് തോന്നുന്നു 1991 ജനുവരി 22 എന്ന് പറയുന്ന ഡേറ്റിനാണ് രാജസാറിനെ കണ്ടതായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്. അന്നും ഇതേ പാട്ട് രാജസാറിനെ പാടി കേൾപ്പിച്ചു. അന്ന് ഒരു കീർത്തനം പാടാൻ പറഞ്ഞപ്പോൾ അതിനുള്ളൊരു സംഗീത വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് പാടുമ്പോൾ പാട്ട് പാടി ഞാൻ പറഞ്ഞില്ല, ഇല്ല കീർത്തനം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ രാജസാർ പറഞ്ഞത് ഇവിടെ നിന്നോ, ഇവിടെ കുറേ പാട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെയാണ് ശരിക്കും തമിഴിലെ ബ്രേക്ക് സംഭവിക്കുന്നത്. ആ ദിവസം തന്നെ ചേച്ചി വീട്ടിലേക്ക് പോയപ്പോഴാണ് പുറകെ ആൾ വന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. അതായത് ആദ്യത്തെ ദിവസം ചെന്നത് ജെറിമാഷിന്റെ വീട്ടിലേക്കാണ്. ചെന്നൈയിലെ ആകെ ജെറിമാഷിന്റെ വീട് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. മാഷിന്റെ വർക്കിന് ആദ്യം ഞാൻ 2 പ്രാവശ്യം ചെന്നൈക്ക് പോയിട്ടുണ്ട്. താണ്ഡവം എന്ന് പറയുന്ന സിനിമയും ചുവന്നങ്കി, പിന്നെ കുറെ ഡിവോഷണൽസ്, ഭജൻസ്, അങ്ങനത്തെ റെക്കോർഡിങ്സിന് വേണ്ടി മാഷ് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ജയനങ്ങൾ ഈ രാജസാറുമായിട്ടുള്ള റെക്കോർഡിങ്ങിന് വേണ്ടി വിളിക്കുന്നത്. റെക്കോർഡിങ്ങിനല്ല, അത് ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ചാൻസ് കിട്ടുമോ കിട്ടൂലെന്നൊന്നും ആർക്കും അറിയില്ല. ആകെ പരിചയമുള്ള ജെറിമാഷിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ജയനങ്ങൾ അവിടെ വന്നു. എന്നെക്കൊണ്ട് ജെറിമാഷും അങ്കിളും കൂടി ഇരുന്നിട്ടാണ് ഏതൊക്കെ പാട്ട് പാടണം രാജാ സാറ് പറയുമ്പോൾ. അവിടെ എനിക്ക് ക്ലാസിക്കൽ അറിയില്ല എന്നവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് വലംപിരി ശംഖിൽ ഒരെണ്ണം പാടാം, പിന്നെ ഷൺമുഖപ്രിയ രാഗമോ എന്നുള്ള പാട്ട്, അരുന്ധതി ചേച്ചി പാടിയ പാട്ട്, അതും പാടാം.
അങ്ങനെ രണ്ടും എന്നെ പാടിപ്പിച്ചു അവിടെ വെച്ച്. ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ എൻ്റെ അപ്പച്ചനെയും കൊണ്ടുപോയി. അവിടെ ചെന്നു. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ വിട്ടുപോയേക്കാട്ടോ. അവിടെ എനിക്ക് ഓർമ്മകൾ മങ്ങി മങ്ങി വരുമല്ലേ, വയസ്സായി തുടങ്ങിയില്ലേ. അപ്പം അന്ന് രാജാ സാറിൻ്റെ കമ്പോസിങ് ആ സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ ചെന്നു സാറുണ്ടായിരുന്നു, അമരങ്ങളുണ്ട്, ഗംഗാമരൻ സാറുണ്ടായിരുന്നു, വാലി സാറുണ്ടായിരുന്നു, പിന്നെ ഞാൻ, അപ്പച്ചൻ, ജയനങ്ങൾ. അങ്ങനെ ഞങ്ങൾ സാറിനെ കണ്ടു. പേര് ചോദിച്ചു. പേര് മിനി എന്നാണ് പറഞ്ഞത്. മിനിയാ അപ്പടി ഒരു പേരാ എന്ന് ചോദിച്ചു. പിന്നെ അപ്പം എനിക്ക് ഒട്ടും തമിഴ് അറിയില്ല സംസാരിക്കാൻ. പറയണത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നീടാണ് എനിക്ക് അതൊക്കെ മനസ്സിലായത്, ഇതൊക്കെയാണ് ചോദിച്ചത് എന്നുള്ളത്. ഒരു കീർത്തനം പാട്. കീർത്തനം എനിക്കറിയില്ല. അപ്പോൾ അവരെല്ലാവരും ചിരിച്ചു. അപ്പോൾ ഏതാ അത് തെരിഞ്ച പാട്ട് പാടുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വലംപിരി ശങ്കിൽ ആദ്യം പാടി. അപ്പോൾ സാർ അത് പാടി കഴിഞ്ഞപ്പോൾ സാറ് ചോദിച്ചു, ഇത് നീ എത്ര പ്രാവശ്യം കേട്ടാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ആ പാട്ട് പഠിച്ച കഥയൊക്കെ ഭയങ്കര വലിയൊരു കഥയാണ്. അതൊന്നും ഞാൻ പറഞ്ഞില്ല അവിടെ. എന്നുവെച്ചാൽ ആ പാട്ട് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ കറണ്ടില്ല. കണക്ഷനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ വയറിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കണ സമയം. പക്ഷെ വീട്ടിലേക്ക് കണക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മേലെയുള്ള 2-3 ഇങ്ങനെ തട്ടുകളായിട്ടുള്ള വീടുകളാണ്. ഇവിടെ ഒരു സ്ഥലമാണെങ്കിൽ പിന്നെ ഒരു വലിയ തട്ട് കഴിഞ്ഞ് പിന്നെ ഒരു വീട്, അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് വീടുകൾ. കീഴ്മാട്. അപ്പോൾ അവിടെ ചെറിയൊരു ഗ്രാമമല്ലേ. അപ്പം ഞങ്ങളുടെ ഒരു 3-4 വീടിന് മുമ്പ് വരെ കറണ്ടുള്ളൂ. അപ്പോൾ ആ വീട്ടിലെ ചേട്ടന്മാർ ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പാട്ടുകൾ അവിടെ ഉറക്ക വയ്ക്കും. അപ്പം ഞങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കും. അങ്ങനെ പഠിച്ച പാട്ടാണ് വലംപിരി ശങ്കിൽ. 4-5 പ്രാവശ്യം കേട്ട് പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറൊരു പാട്ട് പാട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അരുന്ധതി ചേച്ചിയുടെ പാട്ട് പാടി. അത് ഫുള്ളും കേട്ടിരുന്നു സാർ. നാട്ടിക്ക് തിരിച്ചു പോകണ്ട, ഇവിടെ നിന്നാ മതി, ഇവിടെ പാട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. എൻ്റെ ഡയറിയിൽ ഓരോ മാസങ്ങളിലെ ഒഴിവുള്ള ദിവസങ്ങളേ ഇല്ല എഴുതിയിട്ടിട്ടുള്ളത്. അതുപോലെ റെക്കോർഡിങ്സ് ആണ്, ഗാനമേളകളാണ് നാട്ടില്. അപ്പൊ നമുക്കതല്ലേ പരിചയമുള്ളൂ. ഇത് ഏത് ലോകമാണെന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അയ്യോ എനിക്ക് പോണം എന്ന് പറഞ്ഞപ്പോ അപ്പച്ചൻ എൻ്റെ കൈമ കയറി പിടിച്ചു. സാറ് പറയണ പോലെ ചെയ്യാം. അന്ന് ശരിക്കും ഇളയരാജ ആരാണെന്ന് അറിയില്ല ചേച്ചി. ചേച്ചി ഒരുപാട് പാട്ടുകൾ രാജസാറിന് വേണ്ടി പാടിയിട്ടുണ്ട്, ഒത്തിരി ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അടിപ്പൂങ്കുയിലേ പൂങ്കുയിലേ ആ പാട്ടൊക്കെ ഭയങ്കര രസമുള്ള പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ മനോജ് സാറിന്റെ കൂടെയും കുറേ നല്ല പാട്ടുകൾ SPBയുടെ കൂടെ പാടിയിട്ടുണ്ട്. മനോജ് സാറുമായിട്ടുള്ള കോംബോയിൽ പലതരത്തിലുള്ള സാധനങ്ങൾ. ചിലപ്പോൾ ചേച്ചി ആയിരിക്കും ചില എക്സ്പ്രഷൻ ഇടുന്നത്, ചിലപ്പോൾ മനോജ് സാറിന്റെ ചില എക്സ്പ്രഷൻ ഇടും. SPB പിന്നെ എക്സ്പ്രഷൻ്റെ ആളാണ്, അത് വേറെ ലെവലിലുള്ളൊരു സംഭവമാണ്. ചേച്ചി ആ കാലഘട്ടം ഒക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു 10-13ഓളം പാട്ടുകളൊക്കെ ഒരു ദിവസം റെക്കോർഡ് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്? എല്ലാ ദിവസവും ഒന്നല്ല, പക്ഷെ അങ്ങനെ പാടിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ആ സമയമില്ലേ, ആ കാലമില്ലേ, എങ്ങനെയായിരുന്നു അവിടെ ചെന്നൈയിലൊരു ജീവിതവും? ഇല്ലെങ്കിൽ രാജസാറിൻ്റെ സ്റ്റുഡിയോയിൽ സ്ഥിരം പോയിട്ട് പാട്ട് പാടുക, ആ സമയത്ത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ചേച്ചി പാടുന്നുണ്ടായിരുന്നു. അപ്പം ഈ ടൈം ഷെഡ്യൂളൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആ കാലം ഒന്ന് പറയൂ. അതായത് രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ വിത്ത് ഓർക്കസ്ട്രയാണ് റെക്കോർഡിങ് ചെയ്യുക. ഞാനൊരു പുതിയ ആളല്ലേ. അപ്പോൾ ലവ് പാടുമ്പോൾ അത് പക്ഷേ അത് ഓർക്കസ്ട്രയുടെ കൂടെ അല്ല ഞാൻ പാടിയത്. ഞാൻ ചെല്ലുമ്പോൾ ഈ പാട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അത് ട്രാക്ക് ഞാൻ പാടി മിക്സ് ചെയ്യായിരുന്നു, വോയിസ് മിക്സ് ചെയ്യായിരുന്നു. അപ്പോൾ മനോണ്ണനും ഉണ്ടായിരുന്നു. അതിന് ശേഷമുള്ള റെക്കോർഡിങ്സ് എല്ലാം, മിക്ക റെക്കോർഡിങ്സും 7-1 കോൾ ഷീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 2-7 അങ്ങനെ. അപ്പോൾ അത്രയും സമയം ഓർക്കസ്ട്രയുടെ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, നാട്ടിലുള്ള പോലെ തന്നെ നാട്ടിലും അങ്ങനെ തന്നെ ഒരു ട്രാക്ക് പാടിയിട്ടുള്ളൊരു റെക്കോർഡിങ് ആയിരിക്കില്ല സാധാരണ. ഞാൻ പാടിയിട്ടുള്ളതെല്ലാം വിത്ത് ഓർക്കസ്ട്രയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അതേ എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ ചെന്നപ്പോഴും. അപ്പോൾ അവിടെ ലഞ്ച് ബ്രേക്കിൽ കുറച്ച് സമയം കിട്ടും. 7-1 എന്ന് പറയുമ്പോൾ നമ്മൾ 9 o'clock 10 എത്തിയാൽ മതി സ്റ്റുഡിയോയിൽ സിംഗർ.
അപ്പോൾ ഞാൻ അങ്ങനെ ആ സമയത്താണ് എത്താറ്. അപ്പോൾ അത് വരെയുള്ള ടൈം ഉണ്ടല്ലോ, 7 to 9 അങ്ങനെയൊക്കെ. അപ്പോൾ ആ സമയത്ത് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടുകൾ വേറെ സ്റ്റുഡിയോയിൽ. ഇപ്പോൾ അത് അടുത്തടുത്താണ് എല്ലാ സ്റ്റുഡിയോസും. കുറച്ച് ദൂരം ഉള്ള സ്റ്റുഡിയോ റെമി സ്റ്റുഡിയോ ആയിരുന്നു. അത് സാന്തവും വരെ പോകണം. പക്ഷേ AVM, പ്രസാദ്, ഭരണി, ആ സ്റ്റുഡിയോസ്, കോദണ്ഡപാണി, ഇതെല്ലാം വടപഴനിയിൽ തന്നെയാണ്. എല്ലാം അടുത്തടുത്തുള്ള സ്റ്റുഡിയോസാണ്. അപ്പോൾ നമുക്ക് ട്രാവലിങ്ങിന് വേണ്ടി ഒരുപാട് സമയമൊന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ ഇന്ന സമയത്ത് ഇന്ന സ്റ്റുഡിയോ. അപ്പോൾ അത് കഴിയുമ്പോൾ AVMGക്ക് വാമ്മ എന്ന് പറയുമ്പോൾ AVMG തൊട്ടടുത്താണ്, തൊട്ടടുത്ത് പോവും, പാടും. അതൊക്കെ മിക്സിങ് ആയിരിക്കും, വോയിസ് മിക്സിങ് ആയിരിക്കും. അതുകൊണ്ടാണ് 13 പാട്ടൊക്കെ പാടി എന്ന് പറയുമ്പോൾ ചിലർക്ക് തോന്നും ഇത്ര ഓർക്കസ്ട്രയൊക്കെ വെച്ച് 13 പാട്ടൊക്കെ ഒരു ദിവസം എങ്ങനെ എടുക്കും എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അത് വെറുതെ പറയണതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയണത്. അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 9 o'clock ഞാൻ സ്റ്റുഡിയോയിൽ, രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയാൽ 1 മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും. അതിനുള്ളിൽ വിത്ത് ഓർക്കസ്ട്ര പാടും. പക്ഷെ അതിന് മുൻപുള്ള ഈ 7 to 9 എന്നുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് അരമണിക്കൂർ മതി ചില പാട്ടുകൾ പാടാൻ. അത്രയും സ്പീഡായിരുന്നു അന്ന്. ചെല്ലും, പാട്ട് എഴുതിയെടുക്കും, പാട്ട് പഠിക്കും, ഉടനെ പാടും. അടുത്ത സ്റ്റുഡിയോയിൽ ചെല്ലും, പഠിക്കും, പാടും. ഇത് ഞാൻ മാത്രമല്ല, ചിത്ര ചേച്ചിയും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇതിലൊരു എനിക്കൊരു അതിശയോക്തി എന്ന് പറയാൻ തോന്നാറില്ല. കാരണം എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. മലയോര മാങ്കുരുവി മാവിലയിൽ പാട്ടെഴുതി അങ്ങനെ പാടുതയ്യാന്ന് തിരിച്ചു പാടും. ഫീമെയിൽ പാടുതയ്യാന്ന് പാടും. ചേച്ചി ഓർമ്മയുണ്ടോ? മലയോര മാങ്കുരുവി മാവിലയിൽ പാട്ടെഴുതി പാടുതയ്യാ, மகராசனுன் வரவை ராப்பகலாய மனசு தேடுதையா, மணமேளம் காதில் கேக்குதா, மனசோடு தேனை வார்க்குதா. അതിൽ രണ്ടുപേരും കൂടെ ഭയങ്കര രസമായിട്ടാണ്, എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമാണ്. ഇടയ്ക്ക് ചില സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ചേച്ചി 89 എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇവിടുത്തെ മലയാളത്തിൽ രാജമണി സാറിന് വേണ്ടിയിട്ട് സ്വാഗതത്തിൽ 88 or 89 പാട്ട് പുറത്തു വന്നതെന്നാണ് ചില സ്ഥലത്ത് കിടക്കുന്നത്. വേണുനാഗവള്ളി സാറാണോ ശരിക്കും വിളിക്കുന്നത്? അതെ, രാജമണി സാറ് ട്രാക്ക് പാടാൻ വിളിച്ചപ്പോൾ വേണുനാഗവള്ളി സാറിനൊന്നും എന്നെ അറിയേയില്ല. എന്നെ വിളിച്ചത് രാജമണി സാറാണ്. അതായത് CSE സ്റ്റുഡിയോയിൽ ഞാൻ പാടിയിരുന്ന ഓർക്കസ്ട്രയുടെ സ്റ്റുഡിയോ ആണ് CSE. അപ്പോൾ അവിടെ വരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അവിടുത്തെ ഡയറക്ടറായിരുന്ന മൈക്കിൾ അച്ഛൻ എന്നെക്കുറിച്ച് പറയാറുണ്ട്. അവിടെ ആര് വന്നാലും അച്ഛൻ എന്നെക്കുറിച്ച് പറയും. അത്രയും എന്നെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. ഞാൻ ഉയരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ട ഒരു അച്ഛനാണ്. ചിദംബരനാഥ് മാസ്റ്ററും രാജമണി സാറും കൂടി ഒരു ആൽബം തന്നെ അച്ഛൻ പാട്ടുകൾ ചെയ്തു. ഓർക്കസ്ട്രേഷൻ രാജമണി സാറാണ്. അപ്പോൾ ആ റെക്കോർഡിങ്ങിന് എന്നെ ട്രാക്ക് പാടാൻ വിളിച്ചു. 10 പാട്ടുകളുണ്ടായിരുന്നു. ചിത്ര ചേച്ചിക്ക് വേണ്ടിയായിരുന്നു അത്. അപ്പം ചിദംബരനാഥ് സാറിനെ പോലെ ഒരു വലിയൊരു സംഗീതജ്ഞനോടൊപ്പം വർക്ക് ചെയ്യുക. 2 ദിവസമായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ 5 പാട്ട് അങ്ങനെ 2 ദിവസം കൊണ്ട് പാട്ടുകളെടുത്തു. അപ്പോൾ അവർക്കും എന്നോടൊരു പ്രത്യേക വാത്സല്യമായിരുന്നു. മോള് തിരുവനന്തപുരത്ത് വരെ വന്ന് പാടുമോ, അവിടെ ഒരു പടത്തിൻ്റെ വർക്കുണ്ട്, അപ്പോൾ ചിത്ര ചേച്ചിക്ക് വേണ്ടി ട്രാക്ക് പാടാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് അപ്പച്ചനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ CSE സ്റ്റുഡിയോയിൽ രാവിലെ എന്നെ അപ്പച്ചനെ അവിടെ കൊണ്ടുവന്ന് വിടും. അവിടെ ഒരു റീത്താമ്മ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എൻ്റെ എന്താ പറയുക, എന്നെ സൂക്ഷിക്കണ ആൾക്കാരാണ്. അപ്പം അവിടെ ഒരു വീട് പോലെ തന്നെ ധൈര്യമാണ്. ആ സ്റ്റുഡിയോയിൽ എന്നെ വിട്ടിട്ട് അപ്പച്ചൻ ജോലിക്ക് പോകും. രാത്രി വന്ന് എന്നെ കൂട്ടിയിട്ട് പോകും. അങ്ങനെയായിരുന്നു. അപ്പോൾ അപ്പച്ചൻ വരുമ്പോൾ ചോദിക്കാം എന്ന് പറഞ്ഞു സാറ്. അപ്പച്ചൻ വന്നു ചോദിച്ചപ്പോൾ അപ്പച്ചൻ ആദ്യം തന്നെ അയ്യോ സാർ അത് എന്ന് വെച്ചാൽ 5 ദിവസമൊക്കെ ലീവ് കിട്ടില്ല അപ്പച്ചന്.
അടുപ്പിച്ച്. അപ്പോൾ പറഞ്ഞു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. നോ തന്നെ പറഞ്ഞു, വേറെ ആരെങ്കിലും സാറ് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ വായിച്ചിരുന്ന മ്യൂസീഷ്യൻസ് PR മുരളിച്ചേട്ടൻ, ചിറ്റൂർ ഗോപിച്ചേട്ടൻ, ലിപ്സൺ ചേട്ടൻ, അങ്ങനെ കുറേ പേര്, അവരൊക്കെ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച ഇത് പോകണ്ടെന്ന് വെക്കല്ലേ, മോളെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും, ഇത് സിനിമയുടെ റെക്കോർഡിംഗ് ആണ്, അത് കാസറ്റ് അല്ല. അങ്ങനെ അവരുടെയൊക്കെ നിർബന്ധം കൊണ്ട് അപ്പച്ചൻ ശരി എന്നാ പോവാം. അങ്ങനെ ഞങ്ങളവിടെ പോയി. അങ്ങനെയാണ് സ്വാഗതം പടത്തിന് വേണ്ടി. അയ്യോ അത് എന്താ പറയുക, ഒരു ഇപ്പോൾ രാജാ സാറിൻ്റെ കൂടെ റെക്കോർഡിങ്സിന് ഇവിടെ വായിക്കുന്ന മ്യൂസീഷ്യൻസ് കുറച്ച് പേര് അന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആരും അറിയില്ല, അവർക്കും എന്നെ അറിയില്ല. പിന്നെ വേണുനാഗവള്ളി സാറ്, ബിച്ചു തിരുമല സാറ്, MG രാധാകൃഷ്ണൻ സാറ്, MG ശ്രീകുമാറേട്ടൻ, G വേണുഗോപാലേട്ടൻ, പട്ടണക്കാട് പുരുഷോത്തമൻ സാറ്, ജഗന്നാഥൻ സാറ്, ഓമനക്കുട്ടി ടീച്ചർ. ചേച്ചി അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കാനുള്ള, ആ പാട്ടിൽ അക്കരെ നിന്നൊരു കൊട്ടാരത്തിൽ MG ശ്രീകുമാറും MG രാധാകൃഷ്ണൻ സാറും പാടിയിട്ടുണ്ടല്ലേ? ആ ഭയങ്കര രസമാണ്. അക്കരെ നിന്നൊരു കൊട്ടാരം ഭയങ്കര ഹൈ പിച്ചിലാണ്, കപ്പലുമായി വരുന്നേ, കപ്പൽ പോലെ വരുന്നേ. ശരിക്കും എനിക്ക് ഭയങ്കര കോൾഡായിരുന്നു. ആ ശബ്ദം കോൾഡിന്റെ ശബ്ദമാണ്, അക്കരെ നിന്ന് കൊട്ടാരമല്ലേ. അപ്പൊ അങ്ങനെ പാടിയെങ്കിലും എനിക്ക് അത്ര ഒരു തൃപ്തി ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ഒരു സുഖമുള്ള ഒരു ഇതിലല്ലല്ലോ പാടിയത്, പിന്നെ ട്രാക്കല്ലേ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു ഉള്ളില്. പാട്ടിനെ സംബന്ധിച്ച് അത്രയും ഞാൻ ചിന്തിക്കണുള്ളൂ. എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വിഷമിക്കും. അതല്ലാതെ ഇത് വേറെ ആള് പാടും, എന്റെ പാട്ട് വരില്ല, അതൊന്നും എന്റെ ചിന്തയിലില്ല. അതെ അതെ. അപ്പൊ അതൊക്കെ പാടി കഴിഞ്ഞു. ലാസ്റ്റ് ഡേ ആണ്. മിനിമോളുടെ പാട്ട് ഞങ്ങൾ മാറ്റണില്ല, അപ്പച്ച ഈ ശബ്ദം തന്നെ ആയിരിക്കും സിനിമയിൽ വരണത്. അപ്പൊ അപ്പച്ചൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്കങ്ങനെ കരച്ചിലൊന്നും വന്നില്ല, സന്തോഷം തോന്നി, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതിനെ മറികടന്ന് ചിന്തിക്കാനുള്ളൊരു പ്രായവും പ്രാപ്തിയൊന്നും അന്നില്ല. സിനിമ എന്താണെന്ന് എനിക്കറിയില്ല. അർജുന മാഷിനെ അറിയാം, രാഘവ മാഷിനെ അറിയാം, പെരുമ്പാവൂർജി സാറിനെ അറിയാം. അവരുടെയൊക്കെ റെക്കോർഡിങ്സിനാണ് ഡെയിലി ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരൊന്നും ഇത്രയും എന്താ പറയാ മഹത് വ്യക്തികളാണ് എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അപ്പച്ചനെ പോലെ അത്രേ ഉള്ളൂ. എന്നോട് അവര് അങ്ങനെ തന്നെയാണ് പെരുമാറുക. ഈ സ്വാഗതത്തിൽ അക്കരെ നിന്നൊരു കൊട്ടാരം ഹിറ്റായില്ല, പക്ഷെ മഞ്ഞിഞ്ചിറകുള്ള വെള്ളരിപ്രാവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ വേണുഗോപാലിന്റെ ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഇന്നും പറയുന്ന പാട്ടുകളിൽ ഒന്നാണ്. അത് എല്ലാവരും ഉണ്ടായിരുന്നു റെക്കോർഡിങ്ങിന്. മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ, മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ, തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ. അതിന്റെ കോറസ് ഒക്കെ അമ്മലയിൽ അതൊക്കെ ഭയങ്കര ചേട്ടൻ മണികണ്ഠൻ എന്നാണ് ആ ചേട്ടന്റെ പേര്. അതൊക്കെ ഹിറ്റായിരുന്നു. ഭയങ്കര സുഖമുള്ള പാട്ട്. അടിപൊളിയാണ്. ചേച്ചിയുടെ പാട്ടുകളിൽ, മലയാളം പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കണ്ടുപിടിക്കാൻ എനിക്ക് കുറേ ക്രൈറ്റീരിയസ് വെച്ചിട്ട് ഞാൻ 3-4 എത്തിയിട്ടുണ്ട്. ഊഞ്ഞാലുറങ്ങിയും നീലരാവിൽ ഇന്ന് നിൻ്റെയും മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ചർച്ചയില്ല. അതിൽ നീലരാവിൽ ഇന്ന് നിൻ്റെ ഒരുപക്ഷെ മലയാളികളുടെ മനസ്സിലെ ഏറ്റവും ടോപ്പ് പാട്ടുകളിൽ ഒന്നും കൂടെയാണ്. അപ്പോൾ അങ്ങനെയും കൂടെ ഉള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ പാതിരാവായി നേരം എന്ന് പറയുന്ന പാട്ട് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊക്കെ ഭയങ്കരമായിട്ട് കയറിപ്പോയതാണ്. കാരണം ആ സിറ്റുവേഷൻ അറിയാമല്ലോ, കനക ഭയങ്കര ഗംഭീരമായിട്ട് പാടുന്നതാണ്. അത് ആ സിറ്റുവേഷൻസ് ആ സിനിമയിലെ ഭയങ്കര കോർ എലമെന്റ്സ് ആണ്. അതിന്റെ റെക്കോർഡിംഗ് നടക്കുമ്പോ ഉഷാ ഉതുപ്പ് ഉണ്ടായിരുന്നു. ഉഷാജി തലേ ദിവസം മ്യൂസിക് അക്കാദമി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഞാൻ ചിന്ന ചിന്ന ആസൈ പാടി അത് റിലീസായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഉഷാജിയും എന്നെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചിന്ന ചിന്ന ആസൈ പാടി.
തലേ ദിവസം. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് നാളെ റെക്കോർഡിംഗ് ഉണ്ടോ? ഞാൻ നാളെ ഇവിടെ ഉണ്ടാവും, റെക്കോർഡിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ എനിക്ക് AVMGയിൽ റെക്കോർഡിംഗ് ഉണ്ട്. ആരുടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ എത്തുന്നതിന് മുമ്പേ ഉഷാജി അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചെന്നു. അതാണ് എൻ്റെ ഒരു എന്താ പറയുക സ്പെഷ്യാലിറ്റി. ആ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഓർക്കുന്നത് നമ്മുടെ ലാൽ ചേട്ടൻ, ഡയറക്ടർ ലാൽ. അപ്പോൾ ലാൽ ചേട്ടനാണ് എനിക്ക് ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു തന്നത്. ആദ്യം ലിറിക്സൊക്കെ എഴുതിയെടുത്തു, പാട്ട് പഠിച്ചു, ആദ്യം ഹമ്മിങ് പഠിപ്പിച്ചു തന്നെ. അപ്പം ഞാനത് ഭയങ്കര മോണിറ്റർ എടുക്കുന്ന സമയത്ത് വിത്ത് ഓർക്കസ്ട്രയാണ്. അപ്പം കൺസോൾ റൂമിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. ഉഷാജി അവിടെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇവരൊക്കെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് അവിടെ പോയിരിക്കുമല്ലോ കേൾക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഭയങ്കര സോഫ്റ്റായിട്ട് ഈ ഹമ്മിങ് പാടി. അപ്പം ട്യൂണൊക്കെ തെറ്റാതെ ഞാൻ പാടി. ആ പാട്ടെടുത്ത് ആ ഒരു മോണിറ്റർ കഴിഞ്ഞപ്പോൾ ലാൽ ചേട്ടൻ ഓടി വന്നു, വോയിസ് റൂമിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ആ പാട്ട് ഈ ഹമ്മിങ് ഇങ്ങനെയല്ല, നന്നായിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയല്ല, ഇതൊരു ഹീറോയെ ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യണ പോലെ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും കിട്ടണില്ല. അപ്പോൾ ബാലകൃഷ്ണൻ സാറ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, ക്രാക്ക് വരണ മാതിരി ലാസ്റ്റിലെ അങ്ങനെ ഒന്ന് പാടി നോക്കിയേ എന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് സാറ് ഒരു പ്രാവശ്യം എനിക്ക് ഫ്ലൂട്ടിൽ അത് വായിച്ചു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഫ്ലൂട്ടിൽ വായിച്ചതുപോലെ ഞാൻ ട്രൈ ചെയ്തു. അതാണ് ആ ഹമ്മിങ്. ഓ അടിപൊളി. അതിൻ്റെ കൂട്ടത്തിലൊന്ന് ചോദിക്കാനുള്ള, ഇഞ്ചിടി പഴകാൻ്റെ മുമ്പ് ഫ്രണ്ട് പോർഷൻ ഇതേപോലെ കുറച്ച് ഭാവം വരേണ്ട സംഗതിയാണ്. അത് ചേച്ചിയാണ് പാടിയത്. അതെ, ജാനകിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും അങ്ങനെ ഒരു ഭാവം കൊടുത്തത് ചേച്ചിയാണ്. അതിന്റെ ഒരു സാഹചര്യം ജാനകിയമ്മയ്ക്ക് വേണ്ടി ഭാവം കൊടുത്തത് ഞാനൊന്നും പറയാൻ പറ്റില്ല. അത് കമൽ സാറിന്റെയും കൂടി ഒരു സജഷൻ എന്നല്ല അതിനെ പറയണ്ടേ, സാറും കൂടി നിന്നിട്ടാണ് അത് പാടിപ്പിച്ചത്. രാജാ സാറിന്റെ പ്രസാദ് ഡീലക്സിലായിരുന്നു. ഒരു കമല എന്ന് പറഞ്ഞൊരു അക്ക ഉണ്ടായിരുന്നു പാടാൻ. അപ്പൊ ഞങ്ങളെ രണ്ടുപേരെയും ഈ സെയിം പോർഷൻ അവര് പാടിപ്പിച്ചു. എന്നെയും പഠിപ്പിച്ചു, അക്കേനെയും പഠിപ്പിച്ചു. പക്ഷെ അതിൽ റെക്കോർഡിൽ വന്നത് എൻ്റെ പോർഷനാണ്. വെറും കാത്തു താങ്ക വരുത് എന്ന് പറയണ അതൊക്കെ ഞാൻ നമുക്ക് പറഞ്ഞാൽ അങ്ങനെ വരില്ല. പക്ഷെ കമൽ സാറ് പറഞ്ഞു തരുമ്പില്ലേ, വേറൊന്നും കാണണ്ട, അത് മതി, തന്നെ നമ്മൾ പറഞ്ഞു പോകും. അതുപോലെയാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് ആ പാട്ട് പാടുന്നത്. നീലരാവിൽ ഇന്ന് നിന്റെ താരഹാരം ഇളകി, അസാധ്യമായ പാട്ടാണ്. ചേച്ചി ജോൺസൺ മാഷിന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇപ്പൊ വെള്ളിത്തിങ്കൾ, പൂങ്കിണ്ണം, തുള്ളിത്തൂവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ മലയാളത്തിൽ തന്നത് നീലരാവിൽ. ഇതുപോലെ ദാസേട്ടന്റെ കൂടെ അല്ല, ദാസേട്ടൻ അന്ന് ചെന്നൈയിലുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അന്ന് എൻ്റെ കൂടെ റെക്കോർഡിങ്ങിന് പാടിയത് നടേശനാണ്. അത് വിദ്യാധരൻ മാസ്റ്ററുടെ ബ്രദറാണ് ഈ പാട്ടെൻ്റെ ട്രാക്ക് പാടിയത്. അപ്പം എൻ്റെ സ്ട്രെയിറ്റും നടേശൻ്റെ ട്രാക്കും അങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ചാണ് പാടിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഊഞ്ഞാലുറങ്ങി പാടുന്നത്. ഊഞ്ഞാലുറങ്ങി പാടാൻ ചെല്ലുമ്പോൾ എൻ്റെ അമ്മച്ചിയാണ് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ സാധാരണ അമ്മച്ചി റെക്കോർഡിങ്ങിന് വരാറില്ല. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് പോകുന്ന സമയത്ത്, നാട്ടിൽ നിന്ന് അന്ന് നാട്ടിലായിരുന്നു കുറച്ച് ദിവസം, അത് കഴിഞ്ഞ് ചെന്ന് അന്ന് തന്നെ അപ്പം ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി അപ്പം തന്നെ സ്റ്റുഡിയോയിലേക്ക് പോയി. അപ്പം പാടിയ പാട്ടാണ് ഊഞ്ഞാലുറങ്ങി. അപ്പോഴാണ് ഈ പാട്ട് പാടിക്കഴിഞ്ഞ് ദാസേട്ടൻ്റെ കൂടെ എൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നത് നീലരാവിൽ. എന്നെ അന്നാണ് ആ പാട്ട് ഇട്ട് കേൾപ്പിച്ചു തന്നത്. ഓ അടിപൊളി. ഒരു വെറൈറ്റി പാട്ടുണ്ട്, പ്രദീപ് സോമസുന്ദരം പാടിയ മുത്തേ നിന്നെ തേടി ചിപ്പിക്കുള്ളിൽ വന്നു ഞാൻ. ജോൺസൺ മാഷിന്റെ ഒരു വേറിട്ടൊരു പാട്ടാണ്. അയ്യോ, പ്രദീപേട്ടനും ഞാനും പാടി. ആ മനുഷ്യന്റെ വോയിസ് അങ്ങനെ വേറൊരു തരത്തിലുള്ളൊരു സംഗതിയായിരുന്നു.
മുത്തേ നിന്നെ തേടി ചിപ്പിക്കുള്ളിൽ വന്നു ഞാൻ. എൻ്റെ മായാജാലകങ്ങൾ തുറന്നെല്ലാം കവർന്നു നീ. ഒന്നു കണ്ട മാത്രയിൽ നീ എൻ്റെ മാത്രമായി. നമ്മുടെ കനവുകൾ നനയുന്ന വസന്തമായി മായികരാസരാത്രിയായി. ചേച്ചി ചിന്ന ചിന്ന ആശൈ ആണ് ഒരുപക്ഷെ ചേച്ചിയുടെ പേരിനൊപ്പം തന്നെ നമ്മൾ ഓർക്കുന്ന പാട്ട്. അതിൻ്റെ ഹിന്ദിയും തെലുങ്കും ഒക്കെ ചേച്ചി പാടുമ്പോൾ ഇന്ത്യ മുഴുവനും ആ പാട്ടൊരു തരംഗമായി മാറുമായിരുന്നു. ശരിക്കും ആ പാട്ട് നൽകിയൊരു ഹൈപ്പുണ്ട്. മിൻമിനി എന്ന് പറയുന്ന ഗായിക ഇപ്പോഴും അടയാളപ്പെടുത്തുന്നതിൽ ഇതുവരെ എന്നെ ജീവിപ്പിക്കുന്ന അതെ. പാട്ട്. അന്ന് മാധ്യമങ്ങൾ എഴുതിയത് എത്രത്തോളം ശക്തമായിരുന്നു എന്ന് അന്നത്തെ റൈറ്റപ്സ് വായിക്കുമ്പോൾ മനസ്സിലാവും. വെള്ളി നക്ഷത്രത്തിൽ വന്ന ഒരു റൈറ്റപ്പാണേ. മിൻമിനിയുടെ ശബ്ദം ഭാവതീവ്രമാണ്, രാഗാർദ്രമാണ്. വീണയുടെ തന്ത്രികളിൽ നിന്നുതിരുന്ന മുഴക്കമാർന്ന നാദബിന്ദുക്കൾ പോലെ, ഓടക്കുഴലിൻ്റെ ഇടമുറിയാത്ത രാഗധാര പോലെ ആ നാദം ചുണ്ടുകളിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണ് ഒഴുകി വരുന്നത്. ഇങ്ങനെ ഭയങ്കര അയ്യോ രസമായിട്ടാണ് ചേച്ചിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നോ? ഇല്ല. ഒരുപാട് അഭിമുഖങ്ങളുണ്ട് ചേച്ചി. ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും ഈ പറയുന്ന മാഗസീൻസും ഒക്കെ ചേർന്നിട്ട് ചേച്ചിയുടെ ഒരുപാട് ഇൻ്റർവ്യൂസ് ആ കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചേച്ചി വളരെ കുട്ടിത്തത്തോടു കൂടിയാണ് എല്ലാത്തിലും സംസാരിക്കുന്നത്. ചില ഉത്തരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് തീരെ കുട്ടിയായിരുന്നു എന്നുള്ളത്. പക്ഷേ അപ്പം കിട്ടിയൊരു ഹൈപ്പുണ്ട്. റഹ്മാന് കിട്ടിയ നാഷണൽ അവാർഡ് ശരിക്കും ചേച്ചിക്ക് കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള അർത്ഥത്തിലാണ് എല്ലാവരും ആ പാട്ടിനെ വിലയിരുത്തുന്നത്. അത്രയും ശക്തമായിട്ടൊരു പാട്ടായിരുന്നു ഇന്ത്യയിൽ തരംഗമായ ചിന്ന ചിന്നാസൈ പാടാൻ വിളിക്കാൻ വന്നത് തന്നെ അർജുന അർജുൻ മാഷാണ്. മാസ്റ്ററാണ്. അർജുന മാഷിൻ്റെ കൂടെയാണ് ഞാനും അപ്പച്ചനും. ചേച്ചി ഉണ്ടായിരുന്നു, ജാൻസി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയി. അമ്മ ഉണ്ടായിരുന്നു. അമ്മയാണ് പാട്ടിൻ്റെ ലിറിക്സൊക്കെ പറഞ്ഞു തന്നു. ഞാൻ എഴുതിയെടുത്തു. റഹ്മാൻ സാറിൻ്റെ റഹ്മാൻ സാറിൻ്റെ അമ്മ, അർജുന മാഷും റഹ്മാൻ സാറും വോയിസ് റൂമിലിരുന്ന് എനിക്ക് പാട്ട് പറഞ്ഞു തന്നു. റഹ്മാൻ സാറാണ് ഹാർമോണിയം വായിച്ചിട്ട് പാട്ട് പാടി തന്നത്. അത് കഴിഞ്ഞ് ട്രാക്കാണ് പാടുന്നത്, ഓർക്കസ്ട്ര ഒന്നുമില്ല. അപ്പം ട്രാക്കിൽ ക്ലിക്ക് ട്രാക്ക് ഉണ്ട്, പിന്നെ ഇത് കീബോർഡിൽ ഇങ്ങനെ പാട്ട് വായിച്ചിട്ടിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ആ പാട്ട് പാടി. അപ്പം നിന്നെ പോലൊരു കൊച്ച് അവിടെ നാട്ടിലൊക്കെ പാടി നടക്കണ ഒരു പാട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നുമില്ല ഈ പാട്ടിന്. അങ്ങനെയാണ് പറഞ്ഞത്. ആ പാട്ടിനൊരു എക്സ്പ്രഷൻ ഇല്ല. ആ പാട്ട് ഒരുപാട് സംസാരിച്ചു. അതെ. അന്ന് തന്നെ അഭിമുഖങ്ങളിൽ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ഈ പാട്ട് എന്തുകൊണ്ടാണ് ഹിറ്റായതെന്ന്. അപ്പം ചേച്ചി ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ, ഇത് ഹിറ്റായത് എന്തുകൊണ്ടാണ്? എന്തായിരിക്കും ചേച്ചി ഒരുപാട് തരത്തിലുള്ള നിരൂപണങ്ങൾക്ക് വിധേയമായിട്ടുള്ള എനിക്കറിയില്ല, അത് ഒരു ബ്ലെസ്ഡ് സോങ് ആണ്. അങ്ങനെ മാത്രമേ എനിക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ആ പാട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ഞാൻ പാടേണ്ടതായിരുന്നില്ല, വേറെ ആരെയൊക്കെയോ പാടിക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പം എന്നെ ട്രാക്ക് പാടിച്ചതാണെന്നൊക്കെ പലരും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്നോട് അന്ന് ഞാൻ ചെന്നപ്പോൾ ഇത് ട്രാക്കാണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാനത് പാടി തിരിച്ച് വീട്ടിൽ പോന്നു. പിറ്റേ ദിവസം വിളിച്ചു. പിറ്റേ ദിവസം ചെന്നിട്ട് ആ ലിറിക്സൊക്കെ നോക്കി പറഞ്ഞു ഇത് കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ലിറിക്സിൽ, അപ്പോൾ ഇന്ന് പാടേണ്ടത് ഈ ലിറിക്സാന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു. അത് ഞാൻ എഴുതിയെടുത്തു, അതും ഞാൻ പാടി തിരിച്ച് വീട്ടിൽ പോന്നു. പിന്നെ അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നോ ഒന്നും ഞാൻ അറിയണില്ല. അതിനുശേഷം പിന്നെ പാട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയും ഒരു എന്താ പറയുക എന്നെ ഇവിടെ വരെ എത്തിച്ച പാട്ട്. അതാണ് ആ പാട്ട്. ഞാൻ എത്രയോ വർഷങ്ങളായി പാടാതെ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇപ്പോഴും എന്നെ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ടാണ് ആദ്യം എല്ലാവരും ഓർക്കുന്നത്. അതിൻ്റെ ആ ഒരു നന്ദി ഞാൻ എങ്ങനെയാണ് അറിയിക്കേണ്ടത്? അത് പ്രേക്ഷകരോടാണോ, എനിക്ക് സ്നേഹം തരുന്നവരോടാണോ, എന്നെ പാടിച്ചവരോടാണോ, എൻ്റെ പാട്ട് ഓക്കെ ആക്കിയത് ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല, അവരോടാണോ, ഇത് ആരോടൊക്കെ ഞാൻ നന്ദി പറയണം എനിക്കറിയില്ല. അത് അങ്ങനെ ഒരു പാട്ടാണത്. ശരിക്കും ചേച്ചിക്ക് റഹ്മാൻ സാർ ആരാണ്, എങ്ങനെയാണ് ചേച്ചി റഹ്മാൻ സാറിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഒരു ആ കാലഘട്ടത്തിൽ ചേച്ചിയും ചെറുതാണ്, ചെറിയ പയ്യനാണ്,
റഹ്മാൻ സാറും. അതെ. പക്ഷേ ഇത്രയും വലിയൊരു ലെജൻഡായിട്ട് മാറുകയായിരുന്നു. ഒറ്റ പാട്ട് കൊണ്ട് തന്നെ ഇന്ത്യ മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായി, പിന്നീട് ലോകം മുഴുവനും ആരാധിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായി മാറി. ഒരുപാട് പാട്ടുകൾ ചേച്ചിയും പാടിയിട്ടുണ്ട്. ചേച്ചിയെ കൊണ്ട് പല പാട്ടുകളും പാടിക്കുന്നത് തന്നെ രസകരമായ ഒരു പ്രോസസ്സായിരുന്നു റഹ്മാൻ സാറിന്. അത് എന്നെ കൊണ്ട് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. സാറിന്റെ അടുത്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും. ആളുടെ മനസ്സ് ഒരു കുട്ടിത്തം നിറഞ്ഞ മനസ്സ് പോലെ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു വലിയ മ്യൂസിക് ഡയറക്ടറുടെ അടുത്താണ് നമ്മൾ ഇരിക്കണമെന്ന് തോന്നില്ല. നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ടെൻഷൻ തരാതെ പാടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അധികം സംസാരിക്കുകയൊന്നുമില്ല. അത്യാവശ്യം എന്തെങ്കിലും കാര്യം പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ വിശേഷങ്ങൾ പറയുകയോ തമാശ പറഞ്ഞ് ചിരിക്കുകയോ ഞാനും അങ്ങനെയൊന്നുമില്ല. എന്നോട് പറയണത് ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. പാട്ട് പറഞ്ഞു തരും, അത് ഞാൻ പാടി പഠിക്കും, ഞാൻ പാടും. പോയിട്ട് വരാം സാറെന്ന് പറയും, പോരും. ഇത്രേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ അധികം സംസാരമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മ അങ്ങനെയല്ല. ചെന്ന് കഴിഞ്ഞാൽ അമ്മ ഭയങ്കര സ്നേഹമാണ്. കാപ്പിയൊക്കെ തരും, എന്തെങ്കിലും ഫുഡ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിപ്പിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അമ്മ. പിന്നെ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനായിട്ട് അമ്മ വരും. അപ്പം അങ്ങനെയൊക്കെ എന്നോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. എല്ലാവരോടും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പൊ ഏത് പാട്ട് ഞാൻ പാടാൻ ചെല്ലുമ്പോഴും അമ്മ അവിടെ ഉണ്ടാവും. അമ്മ അത്രയും എന്നോട് ഭയങ്കര കൈൻഡായിരുന്നു അമ്മ. ചേച്ചി ഈ ചിന്ന ചിന്ന ആശയിൽ ഫീൽ ഇല്ലെങ്കിലും ഇപ്പൊ പാക്കാതെ പാക്കാതെ പാടുന്ന സമയത്ത് അത് വേറൊരു സാധനമാണ്. പഞ്ചാംഗത്തെ പാക്കാതെ എന്ന് പറയുന്നത്. പാക്കാതെ പാക്കാതെ അത് എങ്ങനെയാണെന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല ചേച്ചി. അത് ഭയങ്കര ഫീൽ ഉള്ള ഒരു സാധനമാണ്. പഞ്ചാംഗത്തെ പാക്കാതെ ധാവണിയെ തള്ളാതെ തള്ളാതെ എന്ന് അതിനകത്തൊരു അർത്ഥവും കൂടെ ഉണ്ട്. ആ കാലഘട്ടത്തെ ആ പ്രായത്തെ എന്താ പറയാ, അതിന്റെ ഒരു അർത്ഥം അറിയാണ്ടാണ് ഒരു വാക്കിന്റെ പോലും അർത്ഥം അറിയില്ല ശരിക്കും. ചിന്ന ചിന്ന ആശ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വൈരമുത്ത് സാർ അവിടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസമാണ് സാർ ഉണ്ടായത്. ആദ്യത്തെ ദിവസം സാർ ഉണ്ടായിരുന്നില്ല. റഹ്മാൻ സാറും അർജുന മാഷേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മയും. ഈ തെലുങ്ക് ഹിന്ദിയൊക്കെ പിന്നീടാണ്, തമിഴ് ഇറങ്ങിയതിന് ശേഷമാണ് തെലുങ്ക് പാടിയത്. ഹിന്ദി അതിനൊക്കെ ഒരുപാട്, എനിക്ക് ശരിക്കും ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. എത്ര നാള് ഗ്യാപ്പ് ഉണ്ടായിരുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ബുക്ക് നോക്കണം. തീർച്ചയായിട്ടും നമുക്ക് ബുക്ക് നോക്കി കറക്റ്റ് ചെയ്യാം. ബുക്ക് നോക്കിയാൽ ഇത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ചേച്ചിയുടെ ബുക്ക് ഞാൻ കണ്ടായിരുന്നു. ചിന്ന ചിന്ന ആശയൊക്കെ എഴുതി വെച്ചേക്കുന്ന ചേച്ചി എഴുതി പഠിച്ച ബുക്കുണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തെ ഓർക്കാൻ കഴിയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ചേച്ചി ശരിക്കും ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് ചിന്ന ചിന്ന ആശയാവുമ്പോഴും അതിനുശേഷമാണ് ശരിക്കും പാട്ടുകൾ കുറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഹിറ്റായതാണ് ശരിക്കും വിനയായത്, അങ്ങനെ മനസ്സിലാക്കിക്കൂടെ? ഒരർത്ഥത്തിൽ അതൊരു കോൺട്രഡിക്ഷനാണ്. അത്രയും വലിയൊരു ഹിറ്റ് പാട്ട് പലർക്കും വിനയായി എന്നുകൂടി ചേർക്കാം. അതെ അതെ അതെ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇത് പാട്ട് കുറയുന്നല്ലോ, എന്നെ വിളിക്കുന്നില്ലല്ലോ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ആ സമയത്ത് സ്റ്റേജ് ഷോസ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു തിരക്കിലായിരുന്നു. അപ്പം നമുക്കിത് ചിന്തിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. എനിക്ക് റെക്കോർഡിങ്സ് ഇല്ല, വിഷമിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടേ ഇല്ല. അപ്പം അതുകൊണ്ട് ഈ തിരക്ക് കുറവ് ഞാനത് ശ്രദ്ധിച്ചിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം അതുപോലെ തിരക്കായിരുന്നു ഗാനമേളകളും ഫോറിൻ ടൂറും അങ്ങനെ. അപ്പം ആ തിരക്കിൽ നടക്കുമ്പോൾ നമ്മൾ ഇവിടെ കുറയണമെന്ന് നമ്മൾ നാച്ചുറലി ശ്രദ്ധിക്കില്ലല്ലോ. എന്ന് വെച്ചാൽ എന്നെ പോലെ ഒരാളായതുകൊണ്ട് മാത്രം ഞാൻ എന്നോട് എവിടെ പാടാൻ പറയും അവിടെ പാടും. ഇന്ന് പാടണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാടില്ല. അതാണ് ഞാൻ. അല്ലാതെ ഇന്ന ദിവസം എനിക്ക് ഇത്ര പാട്ട് പാടണം, ഇത്രയും ദിവസത്തിനുള്ളിൽ എനിക്ക് ഇത്രയും പാട്ടുകൾ ഉണ്ടായിരിക്കണം, അങ്ങനെയൊന്നും ആഗ്രഹിക്കാനോ ചിന്തിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് വരുന്ന പാട്ടുകൾ ഞാൻ പാടും, അത്രേ ഉള്ളൂ. അത് ബിസി ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെ, പാട്ടുകൾ കുറഞ്ഞ സമയത്തും അങ്ങനെ തന്നെ. എന്തുകൊണ്ട് പാട്ട് കുറയുന്നു എന്നൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ. രജനീഷ് പറഞ്ഞില്ലേ, ഇതൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷേ താലാട്ടിൻ്റെ റെക്കോർഡിങ് സമയത്താണ് ചേച്ചിക്ക് ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു അഭിപ്രായം രാജാ സാർ പറയുന്നത്. അത് ഒരു കരിയർ ബ്രേക്കാണ്. അവിടെ മുതലാണ് ചേച്ചിക്ക് പാടാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നത്. ശരിക്കും ചേച്ചി അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരുപക്ഷെ മെൻ്റൽ ട്രോമ ചേച്ചിയെക്കുറിച്ച് കൃഷ്ണചന്ദ്രൻ സാറൊക്കെ അന്ന് പറയുന്നത്
പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്, ഒരിക്കലും പേടി കൊണ്ട് വോയിസ് നഷ്ടപ്പെടില്ല, പക്ഷെ ആ ഒരു മെൻ്റൽ ട്രോമയിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. ആ ഒരു മെൻ്റൽ ട്രോമയായിരിക്കോ അത് ചേച്ചിക്ക് പാടാൻ കഴിയാതെ പോയത്? ചേച്ചി എന്താണ് അതിനകത്ത്, ഇല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ നിന്നവർക്കോ ഇതിനെ സയൻറ്റിഫിക്കലി അപ്രോച്ച് ചെയ്യുമ്പോൾ അന്നിത് അങ്ങനെ ആയിരുന്നില്ല ചേച്ചി അപ്രോച്ച് ചെയ്തത്. ഇപ്പം റഹ്മാൻ സാറിൻ്റെ അമ്മ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ദർഗകളിൽ കൊണ്ടുപോവുക, അങ്ങനെ പ്രാർത്ഥനയും മറ്റുമൊക്കെ കഴിയുമായിരുന്നു. ശരിക്കും ഇന്ന് വിലയിരുത്തുമ്പോൾ ചേച്ചി എന്താണ് അതിന് ഒബ്സർവേഷൻ? അന്ന് സത്യത്തിൽ ഞാനൊരു ചെറിയ കുട്ടിയാണ്. കാര്യം എനിക്ക് 21 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കണത്. 21, 22, 23 വയസ്സ് ഉള്ള സമയം എന്ന് ചിന്തിക്കാം. 22 വയസ്സിനുള്ളിലാണ്, 23 വയസ്സിനുള്ളിലാണ് ഇത്രയും പാട്ടുകൾ ഞാൻ പാടിയതും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതും. ആ സമയത്ത് ഇന്നത്തെ ഒരു LKGയിൽ പഠിക്കുന്ന കുട്ടിയുടെ ചിന്തകളും അഭിപ്രായങ്ങൾ പോലും ഇല്ലാത്ത ആയിരുന്നു ഞാൻ. കാരണം പാട്ടല്ലാണ്ട് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, ഒന്നും അറിയില്ല. സ്റ്റുഡിയോ എന്ന് വന്നാൽ വീട്ടിൽ നിന്ന് പോയാൽ സ്റ്റുഡിയോ, അത് കഴിഞ്ഞ് ഏതെങ്കിലും സ്റ്റേജ്, നേരെ വണ്ടിയിൽ കയറും, ഉറങ്ങും, അപ്പച്ചൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങും. എനിക്ക് വേറെ ഒരു മീഡിയ ആയിട്ട് ഒരു ബന്ധവുമില്ല, ആരെക്കുറിച്ചും എനിക്കറിയില്ല. എൻ്റെ നേരെ വന്ന് സംസാരിക്കുന്ന ആൾക്കാർ മാത്രം എനിക്കറിയാം. ഒരു സിനിമ മാഗസിൻ വായിക്കില്ല, വീക്കിലി വായിക്കില്ല, സിനിമകൾ കാണില്ല. അപ്പൊ എനിക്ക് എന്തറിവുണ്ട്? എന്തിനെ കുറിച്ചും ഒരറിവില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നെ എൻ്റെ വീടിൻ്റെ അവസ്ഥ അതും കൂടി ഒന്ന് പറയണം. എനിക്ക് ഇത്രയും ആ ഒരു വാക്ക് എന്നെ എത്രമാത്രം തളർത്തി എന്ന് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പഴയ ഒരവസ്ഥയും കൂടി മനസ്സിലാക്കണം. കാരണം എൻ്റെ വീട്ടിൽ ഞാനാണ് ഏറ്റവും ഇളയ ആൾ. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. അപ്പച്ചനും അമ്മച്ചിയും 4 പെൺപിള്ളേരും. അപ്പച്ചൻ ഒരു കമ്പനി ജോലിക്കാരനായിരുന്നു, IAC, ഇന്ത്യൻ അലുമിനിയം കമ്പനി. അപ്പച്ചൻ റിട്ടയറായി ഞാൻ 10ാം ക്ലാസ് ആയപ്പോൾ. എനിക്ക് നല്ല അവസരങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ എന്നെ പാടാനായിട്ട് അപ്പച്ചൻ കൊണ്ടുപോകും. അപ്പോൾ അപ്പച്ചന് ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ വരുമാനം എന്ന് പറയുന്നത് എൻ്റെ പാട്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും എൻ്റെ കുടുംബവും കഴിഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും വർക്കുണ്ട്, എല്ലാ ദിവസവും ഗാനമേളയുണ്ട്. അപ്പം എനിക്ക് ഇൻകം ഉണ്ട്. പക്ഷെ വലിയ തുകയൊന്നും അല്ല അന്ന് കിട്ടുന്നത്. ചിലപ്പം 150 രൂപയായിരിക്കും, ചിലപ്പോൾ 200 ആയിരിക്കും, ചിലപ്പോൾ 300 ആയിരിക്കും, ചിലപ്പോൾ 500 ആയിരിക്കും. അതിൽ കൂടിയ ഒരു പേയ്മെൻ്റ് എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. മനസ്സിലായോ? പക്ഷെ ഇത് എല്ലാ ദിവസവും പലതുള്ളി പെരുവെള്ളമല്ലേ, എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു എൻ്റെ വീടിൻ്റെ മെയിൻ ഇൻകം. മനസ്സിലായോ? അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിലാണ് ചെന്നൈയിലേക്ക് പോണത്. എന്നെ ചെന്നൈക്ക് കൊണ്ടുപോയ ജയനങ്ങളിനോ എന്നെ പാടിപ്പിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനോ ആർക്കും എൻ്റെ വീട്ടിലെ അവസ്ഥ അറിയില്ല. ഞാൻ പാടിയില്ലെങ്കിൽ വീട്ടിലെ അവസ്ഥ ഭയങ്കര സങ്കടകരമാണ്. പക്ഷേ എൻ്റെ നേരെ മൂത്ത ചേച്ചി കലാഭവനിൽ പാടിയിരുന്നു കുറച്ച് നാൾ. അതും ഒരാശ്വാസമായിരുന്നു വീടിന്. ചേച്ചിക്ക് തൃശ്ശൂർ മ്യൂസിക് പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടിയപ്പോൾ ചേച്ചി അവിടെ ഹോസ്റ്റലിൽ താമസിച്ചു. പക്ഷേ ചേച്ചിയും ഒന്നിച്ച് ഗാനമേളകൾക്ക് പോയിരുന്ന ശോഭ, നമ്മുടെ അപർണ ബാലമുരളിയുടെ അമ്മ, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ശോഭയുടെ അച്ഛനും കൂടി എൻ്റെ ചേച്ചീനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നുവെച്ചാൽ ഹോസ്റ്റലിൽ നിൽക്കണ്ട, വീട്ടിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്നാണ് ചേച്ചി 4 വർഷം പഠിച്ചത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവരൊക്കെ പ്രോഗ്രാംസിന് പോവും, അതും ഒരു ഇൻകം അല്ലേ. ചേച്ചി തൃശ്ശൂർ അങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാനിവിടെ പാടി നടക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പാടി കിട്ടുന്ന വരുമാനമാണ് ഞങ്ങളുടെ വീട്ടിലെ സമ്പാദ്യം. ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കണമെങ്കിൽ ഇത് വേണം, അങ്ങനത്തെ അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് രാജസാറിനെ കാണാൻ പോണതും അവിടെ നമുക്ക് ചാൻസ് കിട്ടുന്നതും. ഞാൻ അവിടെ പാടി തുടങ്ങിയ കാലം തുടങ്ങി ഞാൻ എത്ര നാൾ പാടിയോ അത്രയും നാൾ രാജസാറിൻ്റെ സ്റ്റുഡിയോയിൽ എനിക്ക് കിട്ടിയിരുന്ന പേയ്മെൻറ്റ് 1500 രൂപയാണ്. ആ 1500 രൂപ എല്ലാ ദിവസവും കിട്ടും. പക്ഷേ ആ സമയത്ത് ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞ സമയമാണ്. അപ്പം അറിയാമല്ലോ, ഒരു
ചെറിയൊരു പെൺകുട്ടി പാടുന്ന പൈസ കൊണ്ട് ചേച്ചിയുടെ കല്യാണം നടത്തുക എന്ന്. ഞങ്ങളങ്ങനെ ഭയങ്കര കാശുകാരൊന്നുമില്ല, സാധാരണ ഒരു കുടുംബമാണ്. അപ്പച്ചൻ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന കുടുംബം. അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ചെന്നൈക്ക് പോണേ. അവിടെ ചെന്ന് രാജസാറിൻ്റെ പാട്ടുകൾ എന്നും ഉണ്ട്. കൂട്ടത്തിൽ എനിക്ക് വർക്ക് കിട്ടുന്ന പാടരുത് എന്നൊന്നും, പുറത്തു പോയി പാടരുതെന്നൊന്നും സാറ് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ ജോലി എന്താണ്? പാടുക എന്നുള്ളതാണ്. വരുമാനം വരണമെങ്കിൽ പാടണം. ഞാൻ ഈ ബാധ്യതകൾ തീർക്കണമെങ്കിൽ ഞാൻ പാടണം. അപ്പോൾ ഒരു റെക്കോർഡിങ്ങിന് മാത്രം പോയിക്കൊണ്ടിരുന്നാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. ഇത്രയൊക്കെ ഭാരങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഈ സമയത്താണ് രാജസാറ് ചിന്ന ചിന്നാസെ ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ റെക്കോർഡിങ്ങിന് വിളിക്കണതും ഇനി പാടരുത് എന്ന് പറയണതും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അപ്പച്ചൻ ഹാർട്ടിന് പ്രോബ്ലം വന്നു. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവും. അപ്പോൾ ഒരാളോടും കടം വാങ്ങാതെ എനിക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് അങ്ങനെ തന്നെ കൊണ്ടുപോയി ബില്ലടയ്ക്കും. പിന്നെ ഒരു ചേച്ചി കല്യാണം കഴിക്കാനുണ്ട്. ഇതെല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് രാജാ സാറ്, നീ ഇതൊക്കെ അങ്ങെങ്കിൽ പോയി പാടറേ, പാടരുത്, ഇവിടെ മാത്രം പാടിയാൽ മതി എന്ന് പറയുന്നിടത്ത് ഞാൻ വിഷമിക്കാൻ കാരണം ഇതാണ്. ഞാൻ പാടാൻ പോയില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണ്ടേ? ആ ഒരു പേടിയായിരുന്നു എൻ്റെ മനസ്സിൽ. അല്ലാതെ സാറെന്നെ ദേഷ്യപ്പെട്ടതോ അതൊന്നുമല്ല എൻ്റെ വിഷമം. ഞാൻ ഇതെല്ലാം എങ്ങനെ മീറ്റ് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അല്ലാതെ സാറ് എനിക്ക് ഏറ്റവും നല്ല പാട്ടുകൾ തന്ന സംഗീതജ്ഞനാണ്. ഒരിക്കലും എനിക്ക് അദ്ദേഹത്തോടൊരു വെറുപ്പോ വിഷമോ ഒന്നുമില്ല. പക്ഷെ ഞാനെന്ന ഒരു കുഞ്ഞു വ്യക്തി ഏത് അവസ്ഥയിലായിരുന്നു എന്ന് സാറിനറിയില്ല. സോറി ചേച്ചി. അപ്പോൾ ശരിക്കും നമുക്കൊരു തൊഴിൽ നീ പാടണ്ട എന്ന് പറയുമ്പോൾ ഇത്രയും ഭാരങ്ങളുള്ള ഒരാൾ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ബാക്കി എല്ലാവരൊക്കെ സഹായിക്കുമ്പോഴും ഇപ്പോൾ മനോജ് സാറൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്, റഹ്മാൻ സാറിൻ്റെ അമ്മ കൂടെ നിൽക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ സപ്പോർട്ടാവുമ്പോഴും ചേച്ചിക്ക് സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് പാടാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അവരൊന്നും അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ചിത്ര ചേച്ചി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മനോണ്ണൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറൊരാളും എന്നെ അങ്ങനെ എനിക്ക് സാമ്പത്തികമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല ആരോടും. എന്നുവെച്ചാൽ ആ സമയത്തൊന്നും ചോദിക്കേണ്ട അവസ്ഥയില്ല. എനിക്ക് വയ്യാതായപ്പോഴാണ് ചിത്ര ചേച്ചിയും മനോണ്ണനും ഒക്കെ എന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയങ്ങളിൽ ചിത്ര ചേച്ചി ഒരു പ്രാവശ്യം എന്നെ ഹെൽപ്പ് ചെയ്തു, മനോണ്ണൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അല്ലാതെ വേറെ ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. സാമ്പത്തികമായിട്ട് സഹായം ചോദിച്ച ആരുടെ അടുത്തും ചെന്നിട്ടുമില്ല, ചെല്ലേണ്ടി വന്നിട്ടില്ല. പക്ഷെ അന്ന് ആ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെയായിരുന്നു അത് കൈകാര്യം ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. ശരിക്കും ഡോക്ടേഴ്സിനെ വല്ലതും കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് സൈക്കാട്രിസ്റ്റ് അങ്ങനത്തെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു? ഈ ശബ്ദത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു അന്ന് ഡിസ്കഷൻ? അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്. കാരണം തെറ്റെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു അവബോധം ഉണ്ടായി തുടങ്ങിയിട്ട് എത്ര നാളായി? കുറച്ചധികം ആയിട്ടില്ല, ഇപ്പോഴും അത് വികസിക്കാത്തൊരു. അപ്പം നമ്മൾ മാനസിക നിലയിലേക്ക് പോകുന്നേ ഇല്ല, ചിന്തിക്കുന്നേ ഇല്ല അങ്ങനെ ഒരു. കാരണം എൻ്റെ അപ്പച്ചനെ പോലെ ഒരാളാണ് രാജാ സാറ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ അത് അത്രമാത്രം എന്നെ സ്പർശിച്ചു. എൻ്റെ മനസ്സിലത് ഭയങ്കരമായിട്ട് എന്താ പറയുക,
വിഷമം ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ പോലും അറിയണില്ല. ഉം. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അത്. എനിക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാടാൻ പറ്റുന്നില്ല. അപ്പോൾ പാട്ടുകാരനോ ഒരു പാട്ടുകാരിക്കോ പാടാൻ പറ്റുന്നില്ല, ശബ്ദം വരണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ആദ്യം ചെയ്യുക? ഉം. ശബ്ദം ശബ്ദം. വരാനുള്ള മരുന്നുകൾ ചെയ്യും അല്ലേ? ചൂടുവെള്ളം കുടിക്കും, ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യും, ഉം. ഏതെങ്കിലും ENT പോയി കാണും. ഇതൊക്കെ തന്നെ ഞാനും ചെയ്തത്. ഉം. ആർക്കും ഒരു മറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരണില്ല. ഉം. കാരണം ഇതൊരു വലിയ ഇഷ്യൂ അല്ലല്ലോ. ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നത് ഞാൻ മാത്രമല്ലേ അറിയണുള്ളൂ. ഞാനും ആ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന മ്യൂസീഷ്യൻസ് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഉം. അതും എനിക്കൊരു വിഷമായിരുന്നു. അതെ, എന്ന് അതെ. വെച്ചാൽ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇരിക്കുകയാണേ. ഓ. അപ്പൊ ഹെഡ്ഫോണിൽ എല്ലാവരും കേൾക്കല്ലേ. വിജി മാനുവൽ അങ്കിള് ഓടി വന്നു ടേക്ക് എടുക്കണതിന് മുമ്പ്. ഞാൻ കരയാണെന്ന് മനസ്സിലായി. ഉം. അദ്ദേഹത്തിന് മാത്രമേ അന്ന് ധൈര്യം ഉണ്ടായുള്ളൂ ഓടി വരാൻ. രാജസാറിൻ്റെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഉം. ചിട്ടയാണ്. അങ്ങനെ ഓടി നടക്കാനോ അനാവശ്യമായിട്ട് എഴുന്നേറ്റ് പോകാനോ ഒന്നും പാടില്ല അവിടെ. പക്ഷേ വിജയങ്കിൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, പാപ്പ നീ അഴാതെ, അത് ചുമ്മാ സൊന്നാങ്ങ, നീ പാട്, നീ നല്ല പാടുന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ട് അങ്ങൊരു ക്യാബിനിലേക്ക് തിരിച്ചു പോയി. ഉം. മനോണ്ണൻ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. പക്ഷെ അണ്ണൻ അതൊക്കെ ഓർക്കുന്നുണ്ട്. എനിക്കത് ബാധിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് ബാധിക്കണമെന്നില്ലല്ലോ. ഉം. ഇത് ഓർമ്മയിൽ സൂക്ഷിക്കണം എന്നുമില്ല. ഉം. അങ്ങനെ ഒരു സംഭവമാണത്. ഉം. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു വഴക്കാണത്. ഉം. ആദ്യമായിട്ടും അവസാനമായിട്ടും. എനിക്കങ്ങനെ ആരുടെ അടുത്തൊന്നും ഒരു വഴക്ക് കിട്ടിയിട്ടില്ല. ഉം. ചിലപ്പോൾ അതും ആവാം, ഒരു വിഷമം പേടിയൊക്കെ വന്നത് അതുകൊണ്ടാവാം. ഉം. പക്ഷെ അതൊന്നുമല്ല എൻ്റെ ശബ്ദത്തിനെ ബാധിച്ചത് ആണ് എൻ്റെ ചിന്ത. എന്ന് വെച്ചാൽ നമ്മൾ ഈ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ ഇത്രമാത്രം നമ്മളെ ബാധിക്കുമെന്ന് നമുക്ക് അതിനുള്ള ഒരു അറിവില്ല അന്ന്. ഉം. അതിനുശേഷം ഈ തൊണ്ടയ്ക്ക് വേണ്ടി എത്രയോ ചികിത്സകൾ, എത്രയോ ഡോക്ടേഴ്സ്, എവിടെയെല്ലാം ചികിത്സിച്ചു. പക്ഷെ ശബ്ദം വരണില്ല. ഉം. പാടാൻ പോയിട്ടൊന്നും മൂളാൻ പോലും പറ്റില്ല. ഉം. അപ്പം അങ്ങനെ ഇതിങ്ങനെ ഒരു പരമ്പരയായിട്ട് ഇങ്ങനെ, ഞാനതിനെ പരമ്പര എന്നാ പറയണേ. ഈ ശബ്ദം പോയ അവസ്ഥേനെ. എന്ന് വെച്ചാൽ ഇത് സാധാരണ ഒരു പാട്ടുകാരന് ശബ്ദം പോയാൽ 1-2 ആഴ്ച റെസ്റ്റ് ചെയ്താൽ ശബ്ദം തിരിച്ചു വരണം അല്ലേ? ഇത് തിരിച്ചു വരണില്ല. അപ്പം നമ്മൾ അതിനു വേണ്ടി കൂടുതൽ ശ്രമിക്കും, കൂടുതൽ നല്ല ഡോക്ടേഴ്സിനെ പോയി കാണും. ജോളി എബ്രഹാം ചേട്ടൻ എന്നെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, ഒന്നല്ല പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. എനിക്ക് പിന്നെ അവരെയൊക്കെ വിളിക്കാനും അവരുടെ അടുത്തേക്കൊക്കെ പോകാനും വിഷമമായി തുടങ്ങി. കാരണം ഞാൻ മൂലം അവരും വിഷമിക്കണേ. എൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ എവിടെയെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി അവർ വിഷമിക്കല്ലേ. പിന്നെ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യില്ല. പക്ഷെ 10-13 വർഷം എടുത്തു ചേച്ചിയുടെ വോയിസ് ശരിക്കും പാടാനുള്ള പരുവത്തിൽ തിരിച്ചു കിട്ടാൻ. ഈ കാലത്തിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതിൻ്റെ വിദഗ്ധർ, എക്സ്പേർട്സ് എന്താണ് ചേച്ചിയോട് പറയുന്ന ഒപ്പീനിയൻ എന്താണ്? മെൻ്റൽ ട്രോമ അങ്ങനെ മാറിയതായിരിക്കാമെന്നാണോ ചേച്ചി? ഇപ്പോൾ ലേറ്റസ്റ്റ് അഡ്വൈസ് എന്താണ് ചേച്ചി കിട്ടിയിട്ടുള്ളത്? ട്രോമയാണ് എന്ന് വെച്ചാൽ അത് ഇന്നതാണ് കാരണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കാരണങ്ങളിൽ ഒന്നായിരിക്കാം അത്. പക്ഷെ ഈ പാടാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു പാട്ടുകാരന് വരുമ്പോൾ അത് എങ്ങനെ അത് നമ്മൾ വർണ്ണിക്കും? മറ്റുള്ളവരവിടെ ഇരുന്നിപ്പോൾ രജനീഷിന് ചേച്ചി പാട് ശരിയാകും എന്ന് പറയാം അല്ലേ? പക്ഷെ പാട്ടെൻ്റെ ഉള്ളിൽ നിന്ന് വരണ്ടേ. ആ ഒരു വിഷമം ഞാൻ അനുഭവിക്കുന്ന വിഷമം ഒരിക്കലും രജനീഷിന് കിട്ടില്ല. പിന്നെ ചില കഥകളുള്ളത്, ചേച്ചി പിന്നെയും പാടാൻ വേണ്ടിയിട്ട് പല സ്റ്റുഡിയോയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. 1-2 സ്റ്റുഡിയോയിൽ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. പോയിട്ട് പാടാൻ ശ്രമിക്കുമ്പോൾ പാടാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചാൽ പോവില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാടാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അതെന്താ പറയുക അതിന്. അപ്പം ഞാൻ ഒരു റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോൾ മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ മിക്കവാറും പാട്ടുകൾ പാടി ഇറങ്ങും. അതായത് മിക്സിംഗ് ആണെങ്കിൽ, അഥവാ വിത്ത് ഓർക്കസ്ട്ര ആണെങ്കിൽ ചിലപ്പോൾ ഉച്ച വരെ ഉണ്ടാവും, രാവിലെ തുടങ്ങി. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാണെങ്കിൽ 2 മണി തുടങ്ങി 7 മണി വരെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഓർക്കസ്ട്രക്കാരിരുന്ന് വായിക്കുമ്പോൾ ഞാൻ ഈ ശബ്ദമില്ലാണ്ട് ചെന്നിട്ട്
പരീക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉം. അത്രയും മ്യൂസീഷ്യൻസിൻ്റെയും ആ മ്യൂസിക് ഡയറക്ടറുടെയും മൂഡ് കളയണോ? എന്ത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. ഉം. അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിന് എന്നെ പാടാൻ വിളിക്കുന്നത് പാടാനല്ലേ. ഉം. അപ്പം ഞാൻ പാടാതാവുമ്പോൾ അവിടെ പല സീനുകളുണ്ടാവും. ഉം. ഞാൻ പാടാതെ വിഷമിക്കും, എന്നെ ചൊല്ലി മറ്റുള്ള മ്യൂസീഷ്യൻസ് വിഷമിക്കും, അത്രയും സമയം നഷ്ടമാവും. ഉം. ഇത്രയും സമയം ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റുഡിയോയ്ക്ക് റെൻ്റ് കൊടുക്കണ്ടേ? ഉം. ഇത്രയും ആൾക്കാരെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉം. അതാണ് സത്യം. അപ്പോൾ എന്നെ റെക്കോർഡിങ്ങിന് വിളിക്കും, ഞാൻ പറ്റില്ല എന്ന് പറയും, എനിക്ക് പാടാൻ പറ്റില്ല എന്ന് തന്നെ പറയും. ഉം. അപ്പോൾ പലരും സ്നേഹമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ പാടാൻ പറ്റില്ല എന്ന് പറയണേ, പനിയാണെന്ന് പറയേ, അല്ലെങ്കിൽ ജലദോഷമാണെന്ന് പറയും. എത്ര ദിവസം നമുക്ക് പനിക്കും മനസ്സിലായി. ഇല്ലേ? ഉം. എത്ര ദിവസം നമ്മൾ നുണ പറയും? അത് നമുക്ക് സാധിക്കില്ല. ഇത് മാസങ്ങളോളം നമുക്ക് ഈ ഒരു ഇതിലൂടെ കടന്നു പോകുമ്പോൾ നാളെ ശരിയാകും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെയാണ് ആ അവസ്ഥയിലൂടെ കടന്നു പോയതെന്ന് വർണ്ണിക്കാൻ എനിക്ക് അറിയണില്ല ഇപ്പോൾ. ഉം. എൻ്റെ കൂടെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. ആ സമയത്ത് മാരേജ് ഫിക്സേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചേട്ടൻ ദുബായിലാണ്, ഉം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഞാൻ അന്നൊക്കെ മനോണ്ണൻ്റെ വീട്ടിലാണ്. ഉം. ഉം. മനോണ്ണൻ ആണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെന്നൈയിലായതുകൊണ്ട് അണ്ണൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഉം. ഉം. എൻ്റെ മൂന്നാമത്തെ സിസ്റ്ററുടെ കല്യാണം ആ സമയങ്ങളിലാണ്. അപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി അപ്പച്ചനും അമ്മച്ചിയും നാട്ടിൽ വേണം, എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയും വേണം. ഉം. ആര് നോക്കും എന്നെ? ആരും നോക്കാനില്ല. അപ്പം അണ്ണനും ജമീലാക്കയും എന്നെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ വീട്ടിലേക്ക്. ഉം. അവരുടെ വീട്ടിലൊരു കുഞ്ഞിനെ നോക്കണ പോലെ എന്നെ നോക്കാൻ രണ്ടായമാരും. ഞാൻ ആ മക്കളുടെ കൂടെ ഞാൻ അവിടെ കളിച്ച് നടക്കും. ഉം. അതേപോലെ തന്നെ റഹ്മാൻ സാറിൻ്റെ അമ്മ ആ സമയത്ത് നന്നായിട്ട് ഇടപെട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു ആ സമയത്ത് നടന്നു പോയത്? ആ സമയത്ത് അമ്മ കാറിന് വരും. ഉം. ചില ദിവസങ്ങളിൽ വെള്ളിയാഴ്ചകളിലായിരിക്കും വരിക. ഉം. ഉം. വന്നിട്ട് എന്നെ അന്നൊരു അംബാസഡർ കാറിന് അമ്മ വരും, കൊണ്ടുപോകും. ഏതെങ്കിലും ഒരു ബേക്കറിയുടെ അവിടെ നിർത്തിയിട്ട് കുറേ ബോക്സുകളിൽ ബണ്ണുകൾ വാങ്ങും. ഉം. ഉം. വാങ്ങിയിട്ട് കാറിൽ വയ്ക്കും. എന്നിട്ട് ദർഗയുടെ ഫ്രണ്ടിൽ പോയിട്ട് എൻ്റെ കൈ കൊണ്ട് ആ ബണ്ണ് വിശക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. ഓ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മ ഉം. പല പ്രാവശ്യം, ഒരു പ്രാവശ്യമൊന്നുമല്ല. ഉം. പിന്നെ സാറിൻ്റെ പൊന്നേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ബാബ ഉണ്ടായിരുന്നു. ഉം. അമ്മ അവിടെ പ്രയറിന് പോകുമ്പോൾ എന്നെ വിളിക്കും. ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം, ഉം. എൻ്റെ മാരേജിന് ശേഷം എന്നെ ചോദിച്ചും കൊണ്ടുപോകും അവിടെ. ഉം. ഞങ്ങൾ രാത്രി അവിടെ പ്രയറിന് പോവും, വെളുപ്പിനായിരിക്കും തിരിച്ചു വരണത്. അങ്ങനെയൊക്കെ അമ്മ എന്നെ ഒരുപാട് എനിക്ക് സ്നേഹം തന്ന അമ്മയാണ്. ദാസേട്ടൻ പറഞ്ഞതുകൊണ്ട് ആ വാക്കിനെ മാനിച്ച് മാത്രം എന്നെ പാടിപ്പിച്ചതാണ് സൗവർണികാമൃതം. അത് എനിക്ക് ഭയങ്കര ഒരു ഞെട്ടലായിപ്പോയി.